ഹായ് ഗായ്സ്, അടുത്ത ബെല്ലോട് കൂടി നാടകം തുടങ്ങുകയാണ് കേട്ടോ. വേറൊന്നുമല്ല, ഒരു അൽഫാം ഉണ്ടാക്കിയ കഥയാണ്. അൽഫാം ഇത്രയും ബുദ്ധിമുട്ടിയിട്ട് ഞങ്ങൾ അൽഫാം ഉണ്ടാക്കിയിട്ടുണ്ടാവില്ല. ഇതിലും ഭേദം പൈസ കൊടുത്ത് വാങ്ങിക്കായിരുന്നു, ഒരു ചിലവുമില്ല എന്ന് പറഞ്ഞ പോലെ. ഇത് തീ കത്തിക്കുന്ന ബുദ്ധിമുട്ടാണ് ഇപ്പോൾ ഈ കാണുന്നത് കേട്ടോ. കർപ്പൂരം വാങ്ങിക്കാൻ മറന്നുപോയി. അപ്പോൾ ചിരട്ട വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാണ്. ആദ്യം ചിരട്ടകൾ ഒന്നാകണ്ട് കുമിച്ച് കൂട്ടിയിട്ട് കത്തി പിടിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട് പിന്നെയാണ് മനസ്സിലായത് ഇത് വെറുതെ ആണ്. അങ്ങനെ ചിരട്ടൊക്കെ പൊട്ടിച്ചിട്ട് ഓരോ ഭാഗമാക്കിയിടുക. ഊതുകയാണ് കേട്ടോ ഈ കാണുന്നത്. വീശുന്നുണ്ട്, പേപ്പർ വെച്ച് വീശുന്നുണ്ട്, പൈപ്പ് വെച്ചിട്ട് ഊതുന്നുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ തീ നമ്മൾ അടുപ്പിൽ കത്തിക്കുകയാണെങ്കിൽ ചോറും കറിയും ആയിരുന്നു എന്ന് പറയാം. 1 മണിക്കൂറിൻ്റെ എഫേർട്ടാണ് കേട്ടോ ഈ കാണുന്നത്. അവസാനം ഒരു ലെയർ പോലെ തീ ഇങ്ങനെ കത്തിപ്പിടിച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലായിടത്തും തീയൊക്കെ സ്പ്രെഡ് ചെയ്ത് പിന്നെ കുറച്ച് ഭാഗങ്ങൾ ഈ സൈഡൊന്നും തീ കറക്റ്റായിട്ട് കത്തിയിട്ടില്ല കേട്ടോ. കത്തിച്ചിട്ട് ടയേർഡായി. പിന്നെ ഞങ്ങൾക്ക് പിന്നെ ആദ്യം തന്നെ പറഞ്ഞു പണി അറിയില്ല എന്ന് പറഞ്ഞതുകൊണ്ട് രക്ഷപ്പെട്ട്, അല്ലെങ്കിൽ അത് ഊതായിരിക്കണേ. അങ്ങനെ ലാസ്റ്റ് ഒരു വിധമൊക്കെ കത്തി റെഡി ആയിട്ടുണ്ട്. അപ്പോഴാണ് ഓർമ്മ വന്നത് കരി ആകെ ഒരു പാക്കറ്റേ വാങ്ങിച്ചിട്ടുള്ളൂ. വേഗം വിളിച്ചു പറഞ്ഞു. എന്നിട്ട് ഇത് സംഭവം മാറിപ്പോയിട്ടാ. കബാബ് ഉണ്ടാക്കുന്ന ആ കമ്പിയാണ് കിട്ടിയത്. പിന്നെ ഇനിയിപ്പോൾ അത് വെച്ച് ഒപ്പിക്കാമെന്ന് വിചാരിച്ച്. വേറെ പൈസ കൊടുത്ത് വാങ്ങിച്ചതല്ല, ഒരാളെ നിന്ന് വാങ്ങിച്ചതാണ്. അപ്പോൾ നോക്കിയിട്ടുണ്ടായിരുന്നില്ല, നമ്മളത് ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് അറിയില്ലല്ലോ. അപ്പോൾ കൊള്ളിയിലൊക്കെ വെച്ചിട്ടാണ് ആ ഒരു നെറ്റ് വെച്ചിട്ടുണ്ട് കേട്ടോ. നെറ്റിൻ്റെ മുകളിൽ ഇത് വെക്കുകയാണ്. സാധാരണ കണ്ടിട്ടുള്ളത് ഒരു പിടിക്കുന്ന സാധനം ഉണ്ടാവുമല്ലോ, അത് വെച്ചിങ്ങനെ മറിച്ചും തിരിച്ചു വിടലല്ലേ. അങ്ങനെയൊക്കെ വിചാരിച്ചതായിരുന്നു. ഇനിയിപ്പോൾ എന്തായാലും ഒരു വഴിക്ക് ഇറങ്ങല്ലേ എന്ന് വിചാരിച്ചുകൊണ്ട് ചെയ്യാം. തീ ഇപ്പോഴും പല സ്ഥലങ്ങളിലൊക്കെ ആവാനുണ്ട് കേട്ടോ. ഞങ്ങൾക്ക് അതിൻ്റെ ക്ഷമയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പുറത്ത് മുറം വെച്ചിട്ട് അസിലുമാണ് ആ വീശണത്. പിന്നെ എല്ലാവരും അതേ ഓരോ കോലും പേപ്പറൊക്കെ വെച്ചിട്ട് ഊതുന്നുണ്ട്, വീശുന്നുണ്ട്. തീ എങ്ങനെയെങ്കിലും ഒന്ന് കത്തിക്കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട്. ഇപ്പോൾ സമയം 7:30 ആയിട്ടുണ്ടേ. അപ്പോൾ അത്യാവശ്യം വിശക്കാനും തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഇതുണ്ടാക്കിയിട്ട് പൊറോട്ട വാങ്ങിക്കാൻ പോകാമല്ലോ എന്ന് വിചാരിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ഫസ്റ്റിലുള്ള പ്രിപ്പറേഷനിലാണേ. പിന്നെ ഇനി ഞങ്ങൾ കത്തിക്കലൊക്കെ കഴിഞ്ഞ് അതെടുത്ത് വെക്കാം കേട്ടോ. മസാല നല്ല സൂപ്പർ മസാലയാണ്. സ്പെഷ്യലായിട്ട് ഞങ്ങൾ ചോദിച്ച് വാങ്ങിച്ചതായിരുന്നു കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയിൽ അസുവിനെ വിളിച്ചിട്ട് കരി കൊണ്ടുവരാൻ പറയുന്നുണ്ട്, ഊതുന്നുണ്ട്. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഇപ്പോഴാണ് ഞാൻ ഫ്ലാഷ് ഓൺ ആക്കണത്. ഇത്രയും നേരം ഞാൻ ഫ്ലാഷ് ഓൺ ആക്കാതെ വീഡിയോ എടുത്തിയത്. അതുകൊണ്ട് തന്നെ വീഡിയോക്ക് നല്ല ക്ലാരിറ്റി. അല്ലെങ്കിൽ നിങ്ങൾക്കറിയാലോ എൻ്റെ ഫോണിൻ്റെ ക്ലാരിറ്റീനെ കുറിച്ച് പറയണ്ടല്ലോ. പിന്നെയാണ് സുലു പറഞ്ഞത് ഫ്ലാഷ് ലൈറ്റ് ഒന്ന് ഓൺ ആക്കിക്കൂടെയെന്ന്. അപ്പോൾ നല്ല വിളിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ തന്നെ പറഞ്ഞു ഇത് എൻ്റെ ഫോണാണോ എന്ന്. അതിൻ്റെ ഇടയിൽ അച്ചും ഐറൊക്കെ വന്നിട്ട് നോക്കുന്നുണ്ട് ഇത് എന്താ ഇപ്പോൾ ഇത് സംഭവം എന്ന്. ലാസ്റ്റ് ഈ കൊള്ളിയൊക്കെ കുത്തി വെച്ചിട്ട് പിന്നെ ഊതായിരിക്കുകയാണ്. ഊതലും വീശലും കഴിയണില്ല, കാരണം തീ ഇപ്പോഴും റെഡി ആയിട്ടില്ലേ. വീശിയിട്ട് പിന്നെ ഒക്കെ അതിൻ്റെ ഇടയിൽ പറയുന്നുണ്ട് കേട്ടോ നമുക്കിത് പൊരിച്ചാലോ. അതാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ചട്ടിയിലിട്ട് പൊരിച്ചാലോ വെളിച്ചെണ്ണ ഇട്ട് പൊരിച്ചാലോ എന്ന്. ഫസ്റ്റ് ഐറ സ്ലേറ്റിലൊക്കെ എഴുതിയിട്ട് അവളെ എഴുത്തൊക്കെ കഴിഞ്ഞ് ആയോ ചോദിച്ചിട്ട് വരികയാണ് എല്ലാവരും. കാരണം കുറേ നേരമായേ, ഇത് തീ കത്തിക്കാൻ തുടങ്ങിയപ്പോൾ മുതലാണ് അവരെ മാറ്റി നിർത്തുന്നതാണ്. ഇപ്പോൾ ഈ വീഡിയോയിൽ നിങ്ങൾ പെട്ടെന്ന് കണ്ടിട്ടുണ്ടാകും, പക്ഷെ ഇത് പെട്ടെന്നൊന്നല്ല കേട്ടോ, ഒരുപാട് സമയം എടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോഴാണ് ഞങ്ങൾക്ക് കരീനെ കണ്ടപ്പോൾ ഞങ്ങൾ എല്ലാവരും ഓയിൽ ഒഴിച്ചിട്ട് കുറച്ചൊന്നല്ല ഓയിൽ കഴിഞ്ഞില്ല, ഇതിലും ഭേദം പൊരിക്കായിരുന്നു കേട്ടോ. അത്രത്തോളം ഓയിൽ ഞങ്ങളതിൽ ഒഴിച്ചിട്ടുണ്ട്. കാരണം ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് ഒരു ഐഡിയ ഇല്ല ഇത് എങ്ങനെ ചെയ്യണം, ഇതെന്താ സംഭവം ഒന്നും ഒരു ഐഡിയ ഇല്ലേ. അപ്പോൾ ഓയിൽ ഒഴിക്കുന്നതിൻ്റെ പുകയാണ് വരുന്നത് കേട്ടോ. കണ്ണീക്ക് തട്ടിയിട്ട് കണ്ണ് കാണില്ല. പിന്നെ ഞാൻ വീഡിയോ ഒന്ന് എടുത്തു വെച്ചതായിരുന്നു. ഈ വീഡിയോ ഒരാഴ്ച ഗ്യാപ്പ് ഇട്ടിട്ടാണ് കേട്ടോ അപ്ലോഡ് ചെയ്യുക. ഒരാഴ്ച അല്ല 2 ആഴ്ച ആയിട്ടുണ്ടാവും. കാരണം നല്ല ബുദ്ധിമുട്ടായിരുന്നു ഈ ഓപ്പൺ ഡേയും എക്സാമും ഒക്കെ ആയിട്ട് നല്ല പ്രഷറായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്ര നേരം അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് യൂട്യൂബ് ഒന്ന് എടുത്ത് നോക്കുന്നത്. ഇനി വ്യൂസ് ആയിട്ട് വേണമെന്ന് പറയാം. കാരണം കണ്ടിന്യൂസ് ആയി ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം നിർത്തി കഴിഞ്ഞാൽ അറിയാമല്ലോ, അതാണ് ഈ യൂട്യൂബിൻ്റെ അവസ്ഥ. വ്യൂസും പോയി എല്ലാം കൊള്ളായിട്ടുണ്ടാവും. അങ്ങനെ പുകയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഒരു രക്ഷയില്ലാത്ത പുകയാണ്. വേറൊന്നുമല്ല, അസിലോടെ ഫാൻ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ.
തീ കത്താൻ വേണ്ടിയിട്ട് കുറേ ഊതിയിട്ട് ആൾ പറഞ്ഞ് നമുക്ക് ഫാൻ ഇടാന്ന് പറഞ്ഞിട്ട് ടേബിൾ ഫാനും വെച്ചിട്ടാണ് ഇപ്പോൾ ഈ ഇതാക്കുന്നത്, ഊതണ്ടല്ലോ. അങ്ങനെ ഞങ്ങൾ മറിച്ചും തിരിച്ചു വിടുകയാണ്. ഈ കോല് വെച്ചിട്ടൊന്നും പറ്റണില്ല, സാധനം ഇതല്ലല്ലോ. നമ്മൾ ആ ഗ്രില്ല് അങ്ങനെ മറിച്ചും തിരിച്ചു വിടുന്നതല്ലേ സാധനം. അതിങ്ങനെ പറയും ഇതല്ല എന്ന് ഞങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ടിരിക്കുക. പലരും തലയിലൊക്കെ കൈ വെച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഓയിൽ ഇപ്പോൾ കഴിഞ്ഞ് അടുത്ത പാത്രം എടുക്കാൻ തുടങ്ങി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിത് കഴിക്കൂല, എനിക്കിങ്ങനത്തെ ഇഷ്ടമല്ല. ഞാൻ പൊരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട്, വലിയൊരു പീസൊക്കെ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അങ്ങനെ സംഭവമൊക്കെ നല്ല രസമായിട്ട് പോകുന്നുണ്ട്. കാണാനൊക്കെ നല്ല ഭംഗിയായിരുന്നു കേട്ടോ. നല്ല പുകയും വന്നിട്ട് നല്ല രസമായിരുന്നു കാണാനായിട്ട്. ഫസ്റ്റ് റൗണ്ടാണ് കേട്ടത്. ഇനി വേറെ മൂന്ന് റൗണ്ടാണ് ടോട്ടലായിട്ട് ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഒന്നാമത്തെ റൗണ്ടിൽ തന്നെ എല്ലാവർക്കും മതിയായിട്ടാണ്. പിന്നെ വെറുതെ ഇങ്ങനെ കാണാൻ നല്ല രസമാണ്. ഇവരാണ് പുക മുഴുവൻ കൊള്ളണത്. ഇവരാണ്. ഞാൻ വീഡിയോ എടുക്കാൻ വന്നപ്പോൾ തന്നെ അത്യാവശ്യം പുക ഉണ്ട്. ഈ പുകയായിട്ടൊന്നും കാണാനില്ല. അപ്പുറത്ത് പോയി നിൽക്കണ്ട, പുകയുണ്ട് കേട്ടോ, അത് മഞ്ഞല്ല. ഫാൻ കാണുന്നില്ല, ആ ഫാൻ ഇട്ടിട്ടാണ് ഈ പുക വരുത്തുന്നത്. അസിലിനോട് വീശാൻ പറഞ്ഞപ്പോൾ അസിൽ ഫാൻ കൊടുന്നു വെച്ചാൽ പണ്ടേ ഒരു മടിയനാണ് ആൾ. അപ്പോൾ അതിൻ്റേതായൊരു ഇതാണ്. ഈ കൊതുവൊന്നും ഉണ്ടാവില്ല. നമ്മൾ സാധാരണ ഈ കൊതുവൊക്കെ വരുന്ന സമയത്ത്, മഴയുള്ള സമയത്ത് കൊതുവിനെ കളയാൻ വേണ്ടിയിട്ട് പുക ഇടില്ല പോലെ. പാവം അമൽഷാൻ നല്ല പണിയില്ല കേട്ടോ. വിറക് എടുത്ത് വെക്കുകയാണ്. വിറക് എടുത്ത് വെക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ചിട്ടയോട് കൂടിയിട്ട് ഇപ്പം മുറിക്കണ വിറകാണ്. വെട്ടിയത് കറക്റ്റ് അളവിൽ വെട്ടിയതാണ് അസിലു എടുത്ത് വെക്കുന്നത്. അസിലു എന്നാണ് പറയണത്, അമലു. അങ്ങനെ അവരെ പണി കഴിഞ്ഞിട്ട് അവർ പോയിട്ടാ. അവർ പറയുന്നുണ്ട് ഇത് ഇന്നൊന്നും ആവൂല കേട്ടോ അമലു, നമുക്ക് ചോറുണ്ടാന്ന് പറയുന്നുണ്ട്. രണ്ടാളും അത്രയും വിറക് മുറിച്ച് പിന്നെ വേറെയും കുറേ വിറക് മുറിച്ച് തന്നിട്ട് ഒരു രക്ഷയില്ല. ഇവിടെ പുകടലേ തന്നെ ആയിട്ടുള്ളൂ. നല്ല പുകയാണ്, ഒന്നും കാണാനില്ല കേട്ടോ. കുറേ സമയത്തിന് ശേഷം ഒരു രൂപത്തിലൊക്കെ ആയിട്ടുണ്ട്. പിന്നെ ഞാനൊന്ന് എണ്ണ തേക്കുന്ന കേട്ടത്. അത് തേച്ചപ്പോൾ തന്നെ മൊത്തം പൊളിഞ്ഞു പോകാൻ തുടങ്ങി. പിന്നെ വേറൊരു സംഭവമുണ്ട്. ഞാൻ പറഞ്ഞു ഇതൊക്കെ ഒന്നും കൂടെ മൊരിയിപ്പിക്കാമെന്ന് പറഞ്ഞിട്ട് ഈ വെന്ത സാധനത്തിൻ്റെ വീണ്ടും മൊരിയിപ്പിക്കുകയാണ്. ആദ്യം തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ സാധനമൊന്നും എനിക്കിഷ്ടമല്ലാന്ന്. ഞാനങ്ങനെ എന്ത് ചെയ്തു, അതിനൊന്നും കൂടെ മൊരിയിപ്പിച്ചു. എനിക്കിത് കാണുന്നത് തന്നെ അത്ര താല്പര്യമില്ല. അതായത് ഇങ്ങനെ വേവാത്ത പോലെ തോന്നിയിട്ട് ഞാൻ അതിനൊക്കെ ഇട്ടൊന്നും കൂടെ മൊരിയിപ്പിച്ചു. അത് പിന്നെ ലാസ്റ്റ് കൊള്ളായി, അതിൻ്റെ കാര്യം വേറെ പറയാം. ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞ് സെക്കൻഡ് റൗണ്ട് കഴിഞ്ഞിട്ടാ നല്ല വിശപ്പുമായി. സഹിക്കാൻ പറ്റാത്ത വിശപ്പാണ്, പറയണ്ടല്ലോ എത്ര നേരം. പിന്നെ ഒരു കാര്യം ഇങ്ങനെ കാത്തു നിൽക്കുമ്പോഴേ മസാല നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ചെറിയ പാളിച്ചകളൊക്കെ ഉണ്ടായിരുന്നു. വേവ് കൂടിപ്പോയി തോന്നുന്നുണ്ട്. നല്ലൊരു ഡ്രൈ ആയിപ്പോയ ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. ഞാനതിൻ്റെ ഇടയിൽ ഒന്നെടുത്തിട്ട് എനിക്ക് സ്വന്തമായിട്ട് പൊരിക്കാൻ വേണ്ടിയിട്ട് എണ്ണയിൽ വറുത്ത് കോരാൻ വേണ്ടി മാറ്റി വെക്കുന്നുണ്ട്. കണ്ട, ഇതൊക്കെ ഞാൻ നല്ല മൊരിച്ചെടുത്തതാട്ടാ. അതിൻ്റെ എല്ല് പോലും മൊരിഞ്ഞു പോയി തോന്നുന്നു അതിൻ്റെ ഇടയിലത്തത്. ഞാൻ